എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ മലയാള മനോരമ ഹോർത്തൂസിൻ്റെ ചർച്ച ഇന്ന് കേരളം മൊത്തം കാണുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നല്ലത്. എല്ലാവിധ അഭിപ്രായങ്ങളും പറഞ്ഞ ആൾക്കാരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ചർച്ചയ്ക്ക് വേദിയുണ്ടാക്കിയ മനോരമ തുറന്ന ചിന്ത, അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്ന ഒരു ചർച്ച, അതെന്തായാലും ഭംഗിയായി എന്ന് തന്നെയാണ് എൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായം. ആ ചർച്ചയിൽ കുറേയധികം അനീതികൾ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് നിരവധി ആൾക്കാർ ഇതിനോടകം തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാനലിൻ്റെ കോമ്പസിഷൻ, മോഡറേറ്ററുടെ പൊസിഷൻ, പിന്നീട് സമയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില ഇടപെടലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആ സമയത്ത് തന്നെ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനോരമയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് എങ്ങനെ അംബേദ്കറെ ഇന്ന് വായിക്കാം എന്നതിനെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു പുതുചിന്ത ഈ ഒരു ചർച്ച കാരണമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ അംബേദ്കറെ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ചർച്ചയിൽ കോട്ട് ചെയ്തിരുന്ന ചില പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, വായനകൾ, എല്ലാ മതത്തെയും അംബേദ്കർ ഒരേപോലെ തന്നെ കണ്ടിരുന്നുവെന്നും ഒരേപോലെ തന്നെ വിമർശിച്ചിരുന്നുവെന്നും തമ്മിൽ ഭേദം ബുദ്ധമതമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങോട്ട് കൺവേർട്ട് ചെയ്തത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിൽ കൂടുതലായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഈ ചർച്ചയെക്കുറിച്ച് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അതിനുശേഷം സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള ഒരു കോമ്പസിഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ആ ചർച്ചയുടെ സമയത്തും നിഴലിച്ച് കണ്ടതാണ്. പക്ഷേ അത് വിലപ്പോയില്ല. എന്തായാലും അതിനുശേഷം അനാവശ്യമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ പിന്നീട് ഉണ്ടായതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നോക്കാം. നമുക്കറിയാം, ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ ചർച്ചയിൽ പറഞ്ഞ വിഷയങ്ങൾക്ക് അവിടെ വെച്ച് മറുപടി പറയുക എന്നുള്ളതാണ് പ്രധാനം. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് സമയം തികയാതെ പോയി, മറ്റെന്തെങ്കിലും ഒരു സന്ദർഭത്താൽ ആ ചർച്ചയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള അവസരമുണ്ടായില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് തുടർന്നും ചർച്ച ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതേ ചർച്ചയിൽ വേണ്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ ചില ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കിട്ടിയതിന് ശേഷം, അതും ഒന്നിലധികം ആൾക്കാർക്ക് കിട്ടിയതിന് ശേഷം, അതും വലിയൊരു മെജോറിറ്റി ഉള്ള ഒരു ഭാഗത്തിന് അത് കിട്ടിയതിന് ശേഷം, അതിനെക്കുറിച്ച് ഒന്നും പറയാതെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയുക, അലക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അത്ര വെടിപ്പല്ല എന്ന് മാത്രമാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. എന്നാൽ അതിനോടൊപ്പം പറയാനുള്ളത് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, ഞാനന്ന് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയെ ശരിവെക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ടായി. എൻ്റെ പൊസിഷൻ എന്നിത് മാത്രമായിരുന്നു, അംബേദ്കർ കേവലം ഹിന്ദുമതത്തിനെ മാത്രം വിമർശിച്ചു എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവാണ് കേരളത്തിലെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം എല്ലാ മതങ്ങളിലുമുള്ള ദുരാചാരങ്ങളെക്കുറിച്ച്, എല്ലാ മതങ്ങളിലുമുള്ള അസമത്വങ്ങളെക്കുറിച്ച്, എല്ലാ മതങ്ങളിലുമുള്ള ഉച്ചനീചത്വങ്ങളെക്കുറിച്ച്, ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ വിഷണ്ണനായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന മതത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി നേരിട്ടുള്ള അനുഭവത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നത് പോലെ തന്നെ മറ്റുള്ള മതങ്ങളെയും അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. അതിനെക്കുറിച്ചും എല്ലാം തന്നെ പഠിച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും വിമർശന വിധേയമായിട്ടുള്ള ഒരു മതമായിരുന്നു ഇസ്ലാം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ ക്രിസ്ത്യാനിറ്റി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, സിഖ് മതത്തിനെ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് ബുദ്ധമതത്തിലേക്ക് പോകുമ്പോൾ പോലും ആ ബുദ്ധമതത്തിൽ ഇക്വാലിറ്റി വളരെ പ്രധാനമാണ്, തന്നെയുമല്ല അതിലൊരു ഇൻഫാലിബിൾ ഗോഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിലേക്ക് പിന്നീട് പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഹിന്ദുമതത്തിനെ അങ്ങ് ഉദ്ധരിച്ചേക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുമതത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് മാത്രം പറയുക എന്ന് പറയുന്നത് ഏകപക്ഷീയമായി സെറ്റ് ചെയ്യപ്പെടുന്ന ഒരു നറേറ്റീവാണ്. അത് ഇനി കേൾക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്നത്തെ ആ ചർച്ചയിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി തീരുമാനിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ഈ അംബേദ്കറൈറ്റ് പക്ഷവും അതല്ലാത്ത ഒരു പക്ഷവും തമ്മിലുള്ള ചർച്ചകൾ കാണുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അംബേദ്കറൈറ്റുകളായിട്ടുള്ള ആൾക്കാർ അംബേദ്കർ ഹിന്ദുമതത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെ എടുത്തു വയ്ക്കുന്നു, അത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഇപ്പുറത്തെ പക്ഷത്തുള്ള ആൾക്കാർ അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ച് പലപ്പോഴും ഡിഫൻസിൽ മാത്രം ഒതുങ്ങി ആ ചർച്ചയിൽ അവർക്ക് ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് ഒരു പതിവായിട്ടുള്ള കാഴ്ച. ഇപ്പോൾ ഉദാഹരണത്തിന്, ഹിന്ദുമതത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മനുസ്മൃതി വഴിയാണ്, മനുസ്മൃതി തന്നെയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്, ബ്രാഹ്മണ്യമാണ് എല്ലാത്തിനും കാരണം, സുപ്രീം കോടതിയിൽ വരെ ബ്രാഹ്മണ്യമാണ്, ഭരണത്തിൽ ബ്രാഹ്മണ്യമാണ്, ഇങ്ങനെയുള്ള കുറേ നറേറ്റീവുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഇപ്പുറത്തെ പക്ഷത്തുള്ള ആൾക്കാർ സാധാരണ ചെയ്യുന്നത്, അയ്യോ ഞങ്ങൾ മനുസ്മൃതി കണ്ടിട്ടില്ല, ഞങ്ങൾ മനുസ്മൃതി വായിച്ചിട്ടില്ല, മനുസ്മൃതിയെ ഞങ്ങൾ പുണ്യപുസ്തകമായിട്ട് കരുതുന്നില്ല, അതിനനുസരിച്ചിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ഇതൊക്കെ പറയാനാണ് ശ്രമിക്കുക. അതേപോലെ
ബ്രാഹ്മണ്യത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നോക്കൂ, ജനസംഖ്യയിൽ 2%, 5%, 1% ഒക്കെ മാത്രമുള്ള ബ്രാഹ്മണരാണോ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്? ഇന്ന് ജനാധിപത്യമല്ലേ? അതുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കപ്പെടുന്നതിന് നിങ്ങൾ ബ്രാഹ്മണരെ കുറ്റം പറയേണ്ടതുണ്ടോ? സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോയിക്കൂടെ? അവിടെ ബ്രാഹ്മണരല്ലല്ലോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കും. പിന്നീട് മറ്റുള്ള പുസ്തകങ്ങൾ, ഉദാഹരണത്തിന് ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് ആക്രമിക്കുന്ന സമയത്ത് അയ്യോ, ഭഗവത്ഗീത എത്രയോ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നു, എത്രയോ സ്ഥലങ്ങളിൽ വിദേശികൾ ഇത് ചൊല്ലുന്നു, പഠിക്കുന്നു, അപ്പോൾ ഭഗവത്ഗീതയിൽ നല്ല എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ജീവിത ദർശനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ജാതീയമായിട്ടുള്ള ഒരു ഉച്ചനീചത്വത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനെ വർണ്ണാശ്രമ ധർമ്മവുമായി ചേർത്ത് ഇതിനെ രണ്ടിനെയും ഒറ്റ സ്ട്രോക്കിൽ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. അപ്പോൾ മറുപക്ഷത്തുള്ള ആൾക്കാർ അയ്യോ, വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നതും ജാതി വ്യവസ്ഥയും രണ്ടാണ്, വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും ജാതി വ്യവസ്ഥയല്ല, ഈ ജാതി വ്യവസ്ഥയിൽ ഒരാൾക്ക് ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ സാധ്യമല്ല എങ്കിൽ വർണ്ണാശ്രമ ധർമ്മത്തിൽ അങ്ങനെയല്ല, ശൂദ്രന് ബ്രാഹ്മണനാകാം, ബ്രാഹ്മണന് ശൂദ്രനാകാം എന്നൊക്കെയുള്ള കുറേയധികം ഡിഫൻസാണ് ആൾക്കാർ കൊണ്ടുവരിക. ഞാനടക്കം പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ തന്നെ കോട്ട് ചെയ്ത് അംബേദ്കർക്കെതിരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിനെക്കുറിച്ചും അദ്ദേഹം എങ്ങനെയാണോ ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്നത്, വർണ്ണാശ്രമ ധർമ്മത്തെ അനുകൂലിച്ചിരുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഉണ്ടാകുന്നൊരു പാറ്റേൺ, അംബേദ്കറൈറ്റുകളായിട്ടുള്ള ആൾക്കാർ നറേറ്റീവ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവർ ഈ ഹിന്ദു മതത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പുറത്തുള്ള ആൾക്കാരെല്ലാം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരിക്കലും ഇപ്പുറത്തുള്ള പക്ഷത്തെ ആൾക്കാർക്ക് ഇതിലൊരേ തരത്തിലുള്ള അഡ്വാൻറ്റേജും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ അംബേദ്കറൈറ്റ് പക്ഷം സാധാരണ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വിജയിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു പാറ്റേൺ ഒന്ന് തിരിച്ചു വയ്ക്കാം എന്നാണ് ഞാൻ കരുതിയത്. അതിനായി ഞാൻ ചെയ്തത്, സാധാരണഗതിയിൽ അംബേദ്കറൈറ്റ് പക്ഷം എന്താണോ ചെയ്യുന്നത് അതേ മാർഗം തന്നെ ഞാൻ സ്വീകരിച്ചു. ഞാൻ ഇത്തവണ അറ്റാക്ക് ചെയ്യും, മറ്റുള്ള ആൾക്കാർ വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യട്ടെ. ഹിന്ദു മതത്തിനെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങളെല്ലാം തന്നെ വാലിഡാണ്. ബഹുഭൂരിപക്ഷം കാര്യങ്ങളോടും ഹിന്ദു മതത്തിലുള്ള ആൾക്കാർക്ക് യോജിപ്പുമുണ്ട്. കുറേ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ മനുസ്മൃതിയുടെ എക്സ്റ്റെൻറ്റിനെ കുറിച്ച് പറയുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ആ വിഷയങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ അഭിപ്രായമുണ്ട്. ഇതൊക്കെ ഒരു വശത്ത് ശരിയാണ്. പക്ഷേ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങൾ കൂടുതലും വളരെ വാലിഡാണ്. അതിനർത്ഥം ഇവിടെ ഉച്ചനീചത്വം ജാതിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്, ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഡിസ്ക്രിമിനേഷന് പാത്രമായിരിക്കുന്ന നിരവധി ആൾക്കാർ വലിയ ദുരവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇൻജസ്റ്റിസ് ആണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഇതൊക്കെ തന്നെ ശരിയാണ്. ഹിന്ദു മതത്തിനെ വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലെ ജാതി വ്യവസ്ഥയുടെ പ്രശ്നമുണ്ട്, അതിനെ നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു മതം ഒരു പുതിയ കാലത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സമുദായം ഇതിനെയൊക്കെ തന്നെ പരിഷ്കരിക്കേണ്ടത് എന്നുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ട് ഹിന്ദു മതത്തിനെ മാത്രം വിമർശിക്കുന്നത്? ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? ഞാനിവിടെ കേരളത്തിൽ ഒരു അംബേദ്കറൈറ്റും ഇങ്ങനെ ഇസ്ലാം വിമർശനം നടത്തുന്നതായിട്ടോ, ഇസ്ലാമിനെക്കുറിച്ച് അതിലുള്ള മോശം പ്രവണതകളെക്കുറിച്ച് അംബേദ്കറിനുണ്ടായിരുന്ന ബോധ്യത്തിനെക്കുറിച്ച് എവിടെയെങ്കിലും പറയുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അംബേദ്കറിൻ്റെ ആശയ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ, മികച്ച ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്തുകൊണ്ട് ഒരു മതത്തിലും അല്ലെങ്കിൽ ഒരു സമുദായത്തിലുള്ള ഒരു ഉച്ചനീചത്വത്തിനെ മാത്രം കാണുന്നു, അതിലെ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ മാത്രം കാണുന്നു, അതിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം കാണുന്നു? എന്തുകൊണ്ട് ഇതര സമുദായങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളെക്കുറിച്ച് അംബേദ്കർ പറയുന്നതിനെ, ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല, അതിനെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ ഭയക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു ആ ഒരു ഡിഫൻസ് മോഡിനെ തിരിച്ചൊരു അറ്റാക്ക് മോഡിലേക്ക് കൊണ്ടുപോകുന്നതിന്. അത് ഫലം കണ്ടു എന്നാണ് പിന്നീട് ആ ചർച്ചയിൽ, ആ വേദിയിൽ നടന്ന സംഭവങ്ങളും മറ്റുള്ള പാനലിസ്റ്റുകളുടെയും മോഡറേറ്ററുടെയും ഒക്കെ പെരുമാറ്റവും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ചർച്ചകൾ, ഇപ്പോഴും അവസാനിക്കാത്ത അഭിപ്രായ പ്രകടനങ്ങൾ, ഇതെല്ലാം തന്നെ ശരിവെക്കുന്നത് ഈ ചോദ്യമായിരുന്നു അവിടെ ശരി, അഥവാ ഈ നറേറ്റീവാണ് അവിടെ ശരി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. പതിവായി ഡിഫൻസിൽ പോകുന്ന ഒരു പക്ഷം തിരിച്ച് ഒഫൻസിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അതോടുകൂടി മറുപക്ഷം മൂക്കും കുത്തി വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ കണ്ടിരുന്ന പല പ്രസ്താവനകളും അപഹാസ്യമാണ്. ഒരു ഡിബേറ്റിൽ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ വേദിയിലല്ല മറുപടി പറയേണ്ടത് എന്ന് പറയുന്നു. പിന്നെ ഏതു വേദി? അങ്ങനെ ഒരു വേദിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറുപടിയില്ല, ഉത്തരമില്ല എന്നത് വളരെ വ്യക്തമാണ്. ആ സമയത്ത് ഞാനവിടെ വേദിയിലിരിക്കുന്ന സമയത്ത് സദസ്സിലുള്ള ആൾക്കാരുടെ മുഖത്തുണ്ടായിരുന്ന ചിരി, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഉത്തരമില്ലാത്ത ഒരാളിൻ്റെ മറുപടിയാണ് എന്നതിനെക്കുറിച്ച്.
പിന്നീട് തുടർന്നും ഇതേപോലെ ബ്രാഹ്മണ്യത്തിനെക്കുറിച്ച്, ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച്, ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്നു, സ്വന്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അംബേദ്കർ പറഞ്ഞതിനും കൂടുതലായിട്ട് ആൾക്കാർ അഭിപ്രായം പറയുന്നു. ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും അതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള പല കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയുന്നു. പക്ഷേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങളും അതിന് ബലം നൽകുന്ന കൂടുതൽ കാര്യങ്ങളും അവിടെ ചോദിക്കുന്നു. അതിനവർക്ക് മറുപടി ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് ആ ചർച്ച അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ ഏത് പക്ഷത്തിനാണ് കൂടുതൽ മുൻതൂക്കം എന്നുള്ളതിനെക്കുറിച്ച് ഇതിനോടകം എല്ലാവർക്കും ഒരു അവിതർക്കിതമായിട്ടുള്ള അഭിപ്രായമുണ്ട് എന്നാണ് ഈ സോഷ്യൽ മീഡിയ റെസ്പോൺസും മറ്റെല്ലാ കാര്യങ്ങളും തന്നെ തെളിയിക്കുന്നത്. കാരണം നമ്മുടെ മാത്രം ബോധ്യമല്ലല്ലോ, കളക്റ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ആൾക്കാരുടെ കൂടി കാഴ്ചപ്പാടുകളെ കൂടി നമ്മൾ പരിഗണിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു തർക്കം ഉണ്ടാകേണ്ടുന്ന കാര്യവുമില്ല. എന്നാൽ ഇനിയാണ് രസകരമായിട്ടുള്ള കാര്യം. അവിടെ പറയേണ്ടതിന് പകരം അവിടെ പറയാതെ മറ്റൊരു വേദിയിൽ പറയും എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വേദിയുമില്ലാതെ ഫേസ്ബുക്കിൽ വെറുതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പലരും ശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പോഴും ഈ ചർച്ച നടന്നിട്ട് ഒരാഴ്ച സമയം കഴിഞ്ഞതിന് ശേഷവും അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അംബേദ്കറുടെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങളെക്കുറിച്ച് തള്ളാനോ കൊള്ളാനോ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരാളിനോട് നിങ്ങൾക്ക് ഒരു മയവുമില്ലാതെ അവരെ വളരെ നിശിതമായി വിമർശിച്ച് അംബേദ്കർ പറഞ്ഞതും നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടതും എല്ലാം കൂടി ചേർത്ത് ആക്രമിക്കുമ്പോൾ മറ്റൊരു പക്ഷത്തിനെ പറ്റി നിങ്ങളുടെ കയ്യിൽ നിന്നിടുന്നത് വേണ്ട, മറിച്ച് അംബേദ്കർ പറഞ്ഞതെങ്കിലും പറയാനുള്ള ആർജവം, തൻ്റെ ഇടം, നട്ടെല്ല് ഇത് നിങ്ങൾക്കുണ്ടാകേണ്ടതാണ്. അതില്ല എങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അത് നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റിയുടെ, ഇൻറ്റഗ്രിറ്റിയുടെയൊക്കെ വിഷയമാണ് എന്നതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ആൾക്കാർ അംബേദ്കറൈറ്റുകളല്ല, മറിച്ച് ഹിപ്പോക്രൈറ്റുകളാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. കാരണം അംബേദ്കറൈറ്റ് എന്ന് പറയുമ്പോൾ അംബേദ്കറിൻ്റെ എല്ലാ ആശയങ്ങളും പ്രാവർത്തികമാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും ഒരേപോലെ തന്നെ വിമർശിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൽ ആരെയും ഫേവർ ചെയ്യാതിരിക്കുന്നതിനോ ആരെയും നമ്മൾ കൂടുതലായിട്ട് എതിർക്കാതിരിക്കുന്നതിനോ ഇതിനെല്ലാം തന്നെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ നമ്മൾ ശ്രമിക്കണം. അത് ശ്രമിക്കുന്നില്ല. ഇനി അതല്ല എങ്കിൽ അംബേദ്കർ അന്ന് പറഞ്ഞിരുന്ന ഒരു സോഷ്യൽ ഈവിൾ അത് ഇന്ന് കാണുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ വിമർശിക്കാത്തത് എന്ന് പറയണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അന്ന് അംബേദ്കർ സോഷ്യൽ ഈവിളായിട്ട് കണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പർദ്ദ അദ്ദേഹം ഒരു സോഷ്യൽ ഈവിളായിട്ട് കണ്ടതാണ്. അതേപോലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോലും അനുവാദമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ വിമർശനാത്മകമായിട്ട് അദ്ദേഹം പറയുകയാണ്. മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്നത് ഏറ്റവും വലിയ സ്ലേവറിയാണ് എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. മുസ്ലിം സാഹോദര്യത്തിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ബുദ്ധമതത്തിനെ ആക്രമിച്ചിരിക്കുന്നത് ആരാണ് എന്നതിൽ അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. മലബാർ കലാപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നറേറ്റീവ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ, ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മതപരമായിട്ട്, ആചാരപരമായിട്ട് ഇന്നും പലതും അനുവർത്തിച്ചു വരുന്നുണ്ട്. പല പൊളിറ്റിക്കൽ ഒപ്പീനിയനും പല ആൾക്കാരുടേതും ഇത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ട്രഡീഷണലായിട്ട് പല മുസ്ലിം മുസ്ലിങ്ങൾക്കുമുള്ള അഭിപ്രായം ഒന്ന് തന്നെയാണ് എന്നതൊക്കെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയോ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ വഴിയോ ഒക്കെ തന്നെ അറിയാവുന്നതുമാണ്. അപ്പോൾ അതിനെ ഒന്നും തന്നെ വിമർശിക്കുന്നതിന് അംബേദ്കറൈറ്റുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉയർത്തപ്പെട്ട വിമർശനങ്ങൾക്ക് ഒന്നുകിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് കളവാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് കഴിയണം. അതല്ല എങ്കിൽ അംബേദ്കർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് മറുപടി പറയണം. അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണം. ഇനി വർഗീയ പ്രസ്താവനകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞാൽ അംബേദ്കർ എന്നല്ല, അങ്ങനെ പ്രസ്താവന നടത്തുന്ന ആരും ഒരു വർഗീയവാദിയാണ്, അദ്ദേഹത്തിന് അങ്ങനെ സ്വീകാര്യത നൽകാൻ പാടില്ല എന്ന് പറയണം. ഇതിലേതെങ്കിലുമൊക്കെ പറയണം. പക്ഷേ അതൊന്നും തന്നെ പറയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു നിലപാടേ അല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട അംബേദ്കറൈറ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ വേറെ ചില കാര്യങ്ങൾ കൂടി ഈ ചർച്ചയ്ക്ക് ശേഷം നടന്നു. ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നുണയാണ്, അംബേദ്കർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു പാഴ്ശ്രമം അവിടെ നടന്നു. 2, ഞാനവിടെ പറയാത്ത ചില കാര്യങ്ങൾ, ചില ദുരാരോപണങ്ങൾ എൻ്റെ പേരിൽ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത് ആ ചർച്ചയിൽ ഏറ്റവും നിഷ്പക്ഷത പാലിക്കേണ്ടുന്ന മോഡറേറ്ററുടെ ഭാഗത്തു നിന്നാണ്. മോഡറേറ്റർ പിന്നീട് ഫേസ്ബുക്കിൽ എഴുതിയ പല കാര്യങ്ങളും പൂർണ്ണമായും അവാസ്തവമാണ്, തെറ്റാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അംബേദ്കർ മലബാർ കലാപത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ കോട്ട് ചെയ്തത്. പുസ്തകം ഏതാണ്? പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞു.
തന്നെയുമല്ല, അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, അന്നുണ്ടായിരുന്ന സർക്കാർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഫാക്ട്സ് ആണ്, വസ്തുതകളാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് എഴുതുന്നത്. തൻ്റെ പുസ്തകത്തിൽ മറ്റാരെങ്കിലും എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തിനെ മറ്റൊരാളിൻ്റെ റിപ്പോർട്ടിനെയൊക്കെ തന്നെ അതേപടി കോട്ട് ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റൈൽ ഈ പുസ്തകം വായിച്ചിരിക്കുന്ന ആൾക്കാർക്കറിയാം. അത് ഒരു ചെറിയ ബ്ലോക്ക് ഔട്ടിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുക. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂസ് റൈറ്റിംഗ് സ്റ്റൈലിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം പേഴ്സണലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള പല പദപ്രയോഗങ്ങളും അതിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. തമാശ, നമ്മുടെ ഈ ചർച്ചയുടെ മോഡറേറ്റർ പറയുകയാണ് അംബേദ്കർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അന്ന് ഈ ചർച്ച അവസാനിക്കുന്ന സമയത്ത് അത് പറഞ്ഞു. പക്ഷേ അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാൻ അവിടെ വേദിയില്ല. ഈ ചർച്ച അവസാനിക്കുകയാണ്. പക്ഷേ അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിലും അവർ ആവർത്തിച്ചപ്പോൾ ഞാൻ ചെയ്തത് അംബേദ്കറുടെ ഈ പുസ്തകത്തിൻ്റെ പ്രസ്തുത ഭാഗത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിൽ അത് ഇട്ടതോടുകൂടി ഈ മോഡറേറ്റർ പറഞ്ഞിരിക്കുന്നത് നുണയാണ് എന്നുള്ള ഒരു വസ്തുത എല്ലാവർക്കും മനസ്സിലാവുകയും തുടർന്ന് ആ പോസ്റ്റ് മോഡറേറ്റർക്ക് മുക്കേണ്ടി വരികയും ചെയ്യുന്നു. അത് ഒരു പക്ഷേ ഫ്രണ്ട്സ് ഉള്ളിയാക്കി കാണും. എന്തായാലും പബ്ലിക്കായിട്ടിട്ട ഒരു പോസ്റ്റാണ്, എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിട്ട ഒരു പോസ്റ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടായ സമയത്ത് ഇത് ഒന്നുകിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉള്ളിയാക്കിയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അതിൻ്റെ ഓഡിയൻസ് സെറ്റിംഗ് എന്തെങ്കിലും തരത്തിൽ പരിഷ്കരിച്ചിട്ടുണ്ടാകാം. എന്തായാലും അത് പബ്ലിക്കായിട്ട് ഇപ്പോഴും അവിടെ അവൈലബിൾ അല്ല എന്നുള്ളത് ഒരു വസ്തുത. ഇനി ഇത് കൂടാതെ രണ്ടാമത് മറ്റൊരു കാര്യം കൂടി നടന്നു. അത് ഇതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചർച്ചയിൽ മോഡറേറ്ററെ ജിഹാദി എന്നൊരു വാദത്തിൽ വിളിച്ചു എന്ന തരത്തിലാണ്. അതിന് അവർ പറഞ്ഞ എക്സാക്റ്റ് വേർഡ്സ് ഞാനും ഒരു ജിഹാദിയാണോ എന്നതായിരുന്നു അയാളുടെ വാദം. അയാളെന്ന് പറഞ്ഞത് ഞാനാണ്, നല്ല പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും ഞാനും ഒരു ജിഹാദിയാണോ എന്നതായിരുന്നു അയാളുടെ വാദം എന്നാണ് മോഡറേറ്റർ പറയുന്നത്. ഇന്നത്തെ കാലത്ത് 2025 നിരവധി ആൾക്കാർ നേരിട്ട് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന ഒരു ചർച്ച, മനോരമയെ പോലെ ഒരു സ്ഥാപനം ഉത്തരവാദിത്തത്തോടു കൂടി നടത്തുന്ന ഒരു ചർച്ച, സംസാരിക്കുന്നതെല്ലാം മൈക്കിൽ കൂടിയാകുന്ന ഒരു ചർച്ച, അവിടെ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പല ക്യാമറകളിൽ ഒരേ സമയം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ചർച്ച, ഇതുകൂടാതെ ഓഡിയൻസ് സ്വന്തം മൊബൈലിൽ ഇതെല്ലാം തന്നെ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ചർച്ച. ഇതിൽ ഒന്നും മാറ്റാതെ ആ ചർച്ചയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ആൾക്കാർ ഈ വേദിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാതെ പൂർണ്ണ രൂപത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചർച്ച, ഇപ്പോഴും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചർച്ച. അങ്ങനെയുള്ള ഒരു ചർച്ചയിൽ ജിഹാദി എന്ന് ഞാൻ അവരെ വിളിക്കുക പോയിട്ട് ജിഹാദി എന്നുള്ള ഒരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പെട്ടെന്ന് പിടിക്കപ്പെടാവുന്ന ഒരു കളവാണ് എന്നറിഞ്ഞിട്ടും എന്തിനാണ് മോഡറേറ്റർ എന്നെ വർഗീയത പറഞ്ഞു എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഞാൻ പറയാത്തൊരു കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ മുക്കിയ പോസ്റ്റിൽ അതുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ നാട്ടുകാർ മുഴുവൻ വായിച്ചതാണ്. നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങളും അത് വെർബാറ്റിം എടുത്ത് പബ്ലിഷ് ചെയ്തതുമാണ്. അതിൽ ഈ ഒരു മോശമായിട്ടുള്ള പ്രസ്താവനയുണ്ട്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സമീപനം ഒരാളിനോട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വർഗീയ പരാമർശം മറ്റൊരാൾ പറഞ്ഞിട്ടില്ലാത്ത, ആ വാക്കുപോലും ഉച്ചരിക്കാത്ത ഒരു ചർച്ചയിൽ ഒരാളിനെതിരെ പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു തരത്തിലുമുള്ള ഡിഫൻസ് ഇല്ല. പറയപ്പെട്ട വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാക്കഥ മെനയുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, വ്യാജ ആരോപണങ്ങൾ തൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, അതിന് വർഗീയ കാർഡ് പോലും ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടെന്ന് മാത്രമേ പറയാനുള്ളൂ. അംബേദ്കർ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ആരുടെ പക്ഷത്ത് നിൽക്കുമായിരുന്നു? നിങ്ങളെ വിമർശിക്കുമായിരുന്നു? എന്നോടൊപ്പം അദ്ദേഹം നിൽക്കുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് നല്ലൊരു പ്രവണതയല്ല. ഇമ്മാതിരി വർഗീയ കാർഡ് ദയവ് ചെയ്ത് ഇറക്കരുത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതും പറയാതിരിക്കുന്നത് ശരിയല്ല. ശ്രീജിത്ത് പണിക്കർ അവിടെ ഭയങ്കര വയലൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു ചർച്ചയിലും വയലൻസ് കാട്ടാറില്ല. എൻ്റെ ജീവിതത്തിലും ഞാൻ അങ്ങനെ വയലൻസ് കാട്ടുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും വയലൻസ് ആണ് കാട്ടുന്നത് എന്നും അവിടെയും ഞാൻ വയലൻസ് ആണ് കാട്ടുന്നത് എന്നുമൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് റൈറ്റ്ഫുള്ളി ഡിസേർവ് ചെയ്തിരിക്കുന്ന സമയം എനിക്ക് ലഭിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള അറേഞ്ച്മെൻറ്റോ നിങ്ങളുടെ ഒരു എനേബിളിംഗ് പ്രൊവിഷനോ നിങ്ങളുടെ ഒരു ഫെസിലിറ്റേറ്റിംഗ് പ്രൊവിഷനോ ആയിട്ടുള്ള ഒരു ആനുകൂല്യവും എനിക്ക് വേണ്ട. എനിക്ക് അവകാശപ്പെട്ടിരിക്കുന്ന എൻ്റെ സമയം, എൻ്റെ റൈറ്റ്, ആ റൈറ്റ് വേണം എന്ന് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഞാൻ ഒരിക്കലും അവിടെ വയലൻസ് മോഡിലേക്ക് പോയിട്ടില്ല. എങ്ങനെയാണ് ഒരാൾ വയലൻസ് പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ അയാൾ എന്നുള്ള പ്രയോഗം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരോട് ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രമേ പൊതുസമൂഹം മനസ്സിലാക്കുകയുള്ളൂ എന്നുകൂടി എനിക്ക് നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത്
എനിക്ക് ആ ചർച്ചയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. നിങ്ങൾ അംബേദ്കറൈറ്റുകൾ, നിങ്ങളാണ് അംബേദ്കറിനെ കുറിച്ച് വായിക്കേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഏകപക്ഷീയമായിട്ട് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ളതല്ല അംബേദ്കറുടെ ആശയങ്ങൾ. മറിച്ച് അതിനെ പൂർണ്ണതയിൽ, സമഗ്രതയിൽ കണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നതിനും സാമൂഹികമായിട്ട് ഇന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ദുരാചാരം, ഏതെങ്കിലും മോശം അവസ്ഥ, സ്ത്രീകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതിനും അതിനെ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഏകപക്ഷീയമായി മറ്റു മതവിമർശനങ്ങളൊക്കെ തന്നെ ശരി, അതിനെക്കുറിച്ച് ഞങ്ങൾ മിണ്ടില്ല എന്ന് പറഞ്ഞ് ഒരു മതത്തിനെ മാത്രം വിമർശിക്കാനായിട്ടുള്ള എന്തെങ്കിലും താല്പര്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നടപ്പാവില്ല, അതിന് നടപടിയാവില്ല എന്നാണ് ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞത്. ഈ സോഷ്യൽ മീഡിയയും കേരളം മൊത്തത്തിലും ഇന്ന് നിങ്ങളോട് പറയുന്നതും അതുതന്നെയാണ് എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.